ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു റോപ്പ് ഉപയോഗിച്ച് മല കയറാൻ ശ്രമിക്കുന്ന ഒരു യുവതിയെയും യുവാവിനെയുമാണ് കാണിക്കുന്നത്. ആ യുവാവ് പെട്ടെന്ന് തന്നെ മുകളിലെത്തുന്നു. എന്നിട്ട് ആ യുവതിയെ മുകളിലോട്ട് വേഗം വരാൻ വേണ്ടി വിളിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ യുവാവിനെ ആരോ പുറകിൽ നിന്ന് ഉപദ്രവിക്കുകയും ആ യുവാവിൻ്റെ ചോര ആ യുവതിയുടെ മുഖത്തോട്ട് വീഴുകയും ചെയ്യുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ആ യുവാവിനെ മലമുകളിൽ നിന്നും ആരോ നിലത്തോട്ട് വലിച്ചെറിയുകയാണ്. അത് കണ്ട് ആ യുവതി പേടിച്ച് റോപ്പ് കട്ട് ചെയ്ത് നിലത്തോട്ട് ഇറങ്ങാൻ ശ്രമിക്കുമെങ്കിലും കാലുതെറ്റി നിലത്തോട്ട് വീഴുകയാണ്. വേഗം തന്നെ കാറിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് എടുക്കാൻ ഓടുന്നതിനിടയിൽ ആരോ വെച്ച കെണിയിൽ വീഴുകയും ആരോ ആ യുവതിയെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ശേഷം ജനിതകമാറ്റം സംഭവിച്ച കുറച്ചുപേരുടെ ഫോട്ടോസാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകുന്ന നമ്മുടെ കഥാനായകനായ ക്രിസിനെയാണ്. എന്നാൽ പോകുന്ന വഴി റോഡ് ബ്ലോക്ക് ആവുകയാണ്. ക്രിസ് കാറിൽ നിന്നിറങ്ങി അടുത്ത് കണ്ട വണ്ടിയിൽ ഡ്രൈവറിനോട് കാര്യം അന്വേഷിക്കാൻ പോകും. അപ്പോൾ ആ ഡ്രൈവർ പറയും, ഇവിടെ വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ച് ഇനി ഈ വഴി പോകാൻ പറ്റില്ല. അത് കേട്ട ക്രിസ് കാർ യൂട്ടേൺ എടുത്ത് വേറെ വഴിയിലൂടെ പോകാൻ ശ്രമിക്കുകയാണ്. ക്രിസ് ആ വിജനമായ വഴിയിലൂടെ പോകുമ്പോൾ ഒരു മനുഷ്യനെ പോലും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ആരൊക്കെയോ ഉപയോഗിച്ച് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം കിടക്കുന്ന ഒരുപാട് വണ്ടികൾ ക്രിസ് കാണുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ക്രിസ് അവിടെ ഒരു ഗ്യാസ് സ്റ്റേഷൻ കാണുകയും അവിടെ ഒരു വിരൂപനായ ഒരു മനുഷ്യനെ കാണുകയും ചെയ്യുന്നു. ക്രിസ് അവിടെ നിന്ന് ആരൊക്കെയോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കോൾ കണക്റ്റ് ആകുകയില്ല. അവിടെ ഒരു മാപ്പ് തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ നോക്കിപ്പോയാൽ നിങ്ങൾക്ക് വേഗം തന്നെ മെയിൻ റോഡിൽ എത്താൻ പറ്റും എന്ന് ആ ഗ്യാസ് സ്റ്റേഷനിലെ ആ മനുഷ്യൻ പറയും. അങ്ങനെ ക്രിസ് ആ മാപ്പ് നോക്കി വഴികൾ മനസ്സിലാക്കിയ ശേഷം ആ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ക്രിസ് ആ യാത്ര പിന്നെയും തുടരുകയാണ്. ക്രിസ് കാറുമായി പോകുന്നത് ആ ഗ്യാസ് സ്റ്റേഷനിലെ മനുഷ്യൻ ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കിയിരിക്കുകയാണ്. യാത്ര തുടർന്ന് ക്രിസ് രണ്ട് വഴിയിലെത്തുകയാണ്. അതിൽ ഏതാണ് ശരിയായ വഴിയെന്ന് അറിയാതെ കൺഫ്യൂഷനായി കാർ നിർത്തുകയാണ്. അവിടെ കണ്ട ബോർഡ് നോക്കി ക്രിസ് ഒരു വഴിയിലൂടെ എടുക്കുന്നു. എന്നാൽ അതൊരു തെറ്റായ വഴിയായിരിക്കും. പോകുന്ന വഴിയിൽ ഒരു മാൻ ചത്ത് കിടക്കുന്നുണ്ടാവും. ക്രിസിൻ്റെ ശ്രദ്ധ ഡ്രൈവിങ്ങിൽ നിന്ന് ആ മാനിലോട്ട് പോകും. അടുത്ത നിമിഷം തന്നെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഒരു കാറിൽ ചെന്ന് ക്രിസിൻ്റെ കാർ ഇടിക്കുകയാണ്. ആ കാറിനകത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ ഇറങ്ങി വന്ന ക്രിസിനോട് വളരെയധികം ദേഷ്യപ്പെടും. എന്നാൽ ക്രിസ് ആ കാറിൻ്റെ എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവരെ തണുപ്പിക്കും. അപ്പോഴാണ് നമ്മുടെ കഥാനായികയായ ജെസ്സി അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടു നമ്മളുടെ കാർ ആക്സിഡൻ്റ് ആവുന്നതിന് മുമ്പ് ബ്രേക്ക് ഡൗൺ ആവാൻ കാരണം ഈ മുള്ളുവള്ളിയാണ്. ഇത് ആരും മനഃപൂർവ്വം വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടി ശരിയാക്കി ഇവിടെ നിന്ന് പോകാൻ ശ്രമിക്കാം. അങ്ങനെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ലിൻഡയെയും ജെയിംസിനെയും കാർ നോക്കാൻ ഏൽപ്പിച്ച് അടുത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി ക്രിസും ജെസ്സിയും പിന്നെ കപ്പിൾസായ ഇവാനും കാർലിയും പോവുകയാണ്. അങ്ങനെ അവർ അവിജനമായ കാട്ടിലൂടെ ആരുടെയെങ്കിലും സഹായം കിട്ടുമോ എന്ന അന്വേഷണം നടക്കുകയാണ്. ഇതേ സമയം കാറിന് കാവൽ നിൽക്കുന്ന ലിൻഡയെ ആരോ മരങ്ങൾക്കിടയിലൂടെ നോക്കുന്നതായി കാണിക്കുകയാണ്. ഒരുപാട് നേരം വണ്ടിക്ക് കാവലിൽ നിന്ന ശേഷം വിശക്കുമ്പോൾ ജെയിംസ് വണ്ടിയിൽ നിന്ന് ഫുഡ് എടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. എന്നാൽ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഫുഡ് എടുക്കാൻ പോയ ജെയിംസിനെ കാണുന്നില്ല. അത് കണ്ട് പേടിച്ച് ലിൻഡയും കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയ ജെയിംസിനെ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോഴാണ് ജെയിംസിൻ്റെ ഷൂ അവിടെ കിടക്കുന്നത് ലിൻഡ കാണുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നു നോക്കുമ്പോൾ അവിടെ ക്രിസിൻ്റെ ചെവി അറുത്ത് കിടക്കുന്നത് കാണിക്കുന്നു. അത് കണ്ട് പേടിച്ച് ലിൻഡ പുറകോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ അവളെ മൃഗീയമായി ആരോ കൊല്ലുകയാണ്. അങ്ങനെ ആരുടെയെങ്കിലും സഹായം അന്വേഷിച്ച് നടന്ന ക്രിസും കൂട്ടരും അവസാനം വീട് കണ്ടുപിടിക്കുകയാണ്. അവിടെയും ഒരുപാട് കാറുകൾ ഉപയോഗിക്കാത്ത വിധം കിടക്കുന്നുണ്ടാവും. ഒരുപാട് തവണ ആ വാതിലിൽ മുട്ടിയിട്ടും ആരും പുറത്തോട്ട് വരാത്തതിനെ തുടർന്ന് അവർ ആ വീടിൻ്റെ അകത്തോട്ട് തന്നെ കയറാൻ തീരുമാനിക്കും. ആ വീട്ടിലോട്ട് കയറിയ അവർ ഒരുപാട് വിചിത്രമായ കാര്യങ്ങൾ കാണുകയാണ്. വളരെയധികം അറപ്പ് തോന്നുന്ന ഭക്ഷണങ്ങളും പാത്രങ്ങളും ചോര പറ്റിക്കിടക്കുന്ന കത്തികളും ഒരുപാട് വാഹനങ്ങളുടെ താക്കോലുകളും മനുഷ്യരുടെ കണ്ണുകളും പല്ലുകളും ഇട്ടുവച്ചിരിക്കുന്ന ഒരു ഭരണിയും വേറെയും മനുഷ്യരുടെ അവയവങ്ങൾ ഇട്ടുവച്ചിരിക്കുന്ന ഒരുപാട് ഭരണികൾ അവർ അവിടെ കാണുകയാണ്. അവിടെ അവർ ആ മുള്ളുവള്ളിയും കാണുകയാണ്. ഈ വീട്ടിലുള്ളവർ തന്നെയാണ് നമ്മളുടെ കാർ ബ്രേക്ക് ഡൗൺ ആക്കിയത് എന്നവർ മനസ്സിലാക്കുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് അവർ തീരുമാനിക്കുകയാണ്.
ഈ സമയം ടോയ്ലറ്റിൽ കയറിയ കാർലി ഒരു യുവതിയുടെ അറ്റുകിടക്കുന്ന കൈ ബാത്ടബിൽ കണ്ട് പേടിച്ച് ഓടുകയാണ്. അവർ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ആ വീട്ടിൽ താമസിച്ചിരുന്ന നരഭോജികൾ അങ്ങോട്ട് വരുന്നത് കാണുന്നത്. ഇത് കണ്ട് പേടിച്ച് അവർ ആ വീട്ടിൽ തന്നെ ഒളിക്കുകയാണ്. റോഡിൽ ബ്രേക്ക് ഡൗൺ ആയി കിടന്ന അവരുടെ കാറും വലിച്ചുകൊണ്ടായിരിക്കും ആ നരഭോജികൾ അങ്ങോട്ട് വരുന്നത്. ആ നരഭോജിയുടെ കട്ടിലിനടിയിലായിരിക്കും ക്രിസും ജെസ്സിയും ഒളിച്ചിരിക്കുന്നത്. അപ്പോഴാണ് അവരുടെ മുന്നിലോട്ട് ആ നരഭോജികൾ മൃഗീയമായ കൊല ചെയ്ത ലിൻഡയുടെ ശരീരം വീഴുന്നത്. പേടിയും വിഷമവും വേദനയും എല്ലാം സഹിച്ച് അവർ മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ പാകം ചെയ്ത് കഴിക്കുവാനായി ലിൻഡയുടെ ശരീരം ആ നരഭോജികൾ എടുത്തു കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം കണ്ട് ശ്രദ്ധിക്കാനാവാതെ നോക്കി നിൽക്കാൻ ക്രിസിനും ജെസ്സിക്കും ആവുകയുള്ളൂ. അങ്ങനെ അവർ ലിൻഡയുടെ ശരീരം വെട്ടിനുറുക്കുകയാണ്. ലിൻഡയെ വെട്ടിനുറുക്കുന്നത് താക്കോൽ പഴുതിലൂടെ കാർലിയും ഇവാനും കണ്ട് പേടിച്ച് വാപൊത്തിയിരിക്കുകയാണ്. ലിൻഡയുടെ വലത്തെ കൈ മുറിച്ച് ഭക്ഷിച്ച ശേഷം ആ നരഭോജി ഉറങ്ങാനായി കിടക്കുകയാണ്. ഈ സമയത്ത് ക്രിസും ജെസ്സിയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ 4 പേരും ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ ആ സമയം വാതിലിൽ നിന്നുണ്ടായ ശബ്ദം കേട്ട് ആ നരഭോജി എഴുന്നേൽക്കുകയാണ്. അത് കണ്ട് പേടിച്ച് അവർ ആ വീടിന് പുറകിലുള്ള ഒരു മലമുകളിലോട്ട് ഓടിക്കയറുകയാണ്. എന്നാൽ മലമുകളിൽ ഇരുന്ന് ക്രിസ് ആ നരഭോജികൾ വണ്ടിയും എടുത്ത് പുറത്തോട്ട് പോകുന്നത് കാണുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അവർ മെയിൻ റോഡ് ലക്ഷ്യമാക്കി ആ കാടുകളിലൂടെ ഓടുകയാണ്. എന്നാൽ അവസാനം അവർ ചെന്നെത്തുന്നത് ഒരുപാട് കാറുകൾ നിർത്തിയിട്ട് ഒരു കാട്ടിലായിരിക്കും. അത് കണ്ടതോടെ അവർക്ക് മനസ്സിലാകും ഇതുപോലെ വഴിതെറ്റി വന്ന ഒരുപാട് മനുഷ്യരെ കൊന്നു തിന്നുന്ന നരഭോജികളാണ് അവർ എന്ന്. പെട്ടെന്ന് തന്നെ നരഭോജികളുടെ വണ്ടിയുടെ ശബ്ദം കേട്ട് അവർ ഒരു കാറിന് പുറകിൽ ഒളിക്കുകയാണ്. ആ നരഭോജികൾ അവരെ ലക്ഷ്യമാക്കി ആ കാറിന് അടുത്തോട് തന്നെ ചെല്ലുകയാണ്. അപ്പോഴാണ് ക്രിസ് പറയുന്നത്, നമുക്കിനി രക്ഷപ്പെടാൻ ഒരേയൊരു വഴിയുള്ളൂ. ഞാൻ അവരുടെ ശ്രദ്ധ മാറ്റി ഓടാം. ആ സമയം നിങ്ങൾ അവരുടെ വണ്ടിയെടുത്ത് മെയിൻ റോഡിലോട്ട് പോകണം. ഞാൻ കാട്ടിലൂടെ ഓടി എങ്ങനെയെങ്കിലും ആ വണ്ടിയിൽ നിന്ന് കയറിക്കോളാം. അങ്ങനെ ക്രിസ് അവരുടെ ശ്രദ്ധ തെറ്റിക്കാനായി അലറിക്കൊണ്ട് ഓടുകയാണ്. എന്നാൽ തോക്ക് കൈവശം വെച്ച് അവർ ക്രിസിന്റെ കാലിൽ വെടിവെച്ച് വീഴ്ത്തുകയാണ്. എന്നെ ഇനി നിങ്ങൾ നോക്കണ്ട, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് ക്രിസ് ജെസ്സിയോടും കൂട്ടരോടും പറഞ്ഞെങ്കിലും അവർ അതിനെ സമ്മതിക്കുന്നില്ല. എന്നാൽ ക്രിസിനെ രക്ഷിക്കാനായി ഇവാൻ ക്രിസിന്റെ പ്ലാൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇവാൻ നരഭോജികളുടെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് ഓടുകയാണ്. ഇതേ സമയം കാർലിയും ജെസ്സിയും കൂടി കാലിന് വെടിയേറ്റ ക്രിസിനെ രക്ഷപ്പെടുത്തുകയാണ്. ആ വണ്ടിയിൽ കയറി രക്ഷപ്പെടാനായി ഡോർ തുറക്കുമ്പോൾ അവരുടെ മുന്നിലോട്ട് ജെയിംസിന്റെ ശവശരീരം വീഴുകയാണ്. അത് കണ്ട് സഹിക്കാനാവാതെ നിന്ന കാർലിയെയും ജെസ്സിയെയും നിർബന്ധിച്ചുകൊണ്ട് ക്രിസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അവരുടെ പുറകെ ആ നരഭോജികൾ ഓടിയെത്തുമെങ്കിലും അവരെ പിടിക്കാൻ പറ്റുകയില്ല. അങ്ങനെ അവർ ഇവാനെ അന്വേഷിച്ചുകൊണ്ട് ആ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണ്. അപ്പോഴാണ് ഇവാൻ കാട്ടിലൂടെ ഓടി വരുന്നത് കാണുന്നത്. അത് കണ്ട് അവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാകുകയാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ ഒരു നരഭോജി അത് കാണുകയാണ്. അങ്ങനെ ഇവാൻ ആ വണ്ടിയുടെ അടുത്തെത്തിയതും അവരെല്ലാം വേഗം വരൂ, വേഗം വന്ന് വണ്ടിയിൽ കയറൂ എന്ന് പറയുമെങ്കിലും ഇവാൻ അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. കാരണം അപ്പോഴേക്കും നരഭോജികളെ ഒരു അമ്പ് വന്ന ഇവാന്റെ നെഞ്ചിൽ കൊണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഇവാനെ രക്ഷിക്കാൻ വേറൊരു നിവൃത്തിയുമില്ലാതെ അവർ അവിടെ നിന്ന് പോവുകയാണ്. അത് കണ്ട് ആ നരഭോജി അവർക്ക് നേരെ അമ്പയുമെങ്കിലും അത് വണ്ടിയുടെ ഗ്ലാസ്സിൽ തട്ടി അവരുടെ ദേഹത്താവാതെ അവർ രക്ഷപ്പെടുകയാണ്. ഇതേ സമയം മരിച്ചുപോയ ഇവാന്റെ ശരീരം ആ 3 നരഭോജികൾ ചേർന്ന് വലിച്ചു കൊണ്ടുപോവുകയാണ്. വഴിയിൽ മരം വീണതിനെ തുടർന്ന് വാഹനത്തിൽ പോകാൻ പറ്റാനാവാതെ അവർ വാഹനത്തിൽ നിന്നിറങ്ങി നടക്കുകയാണ്. എന്നാൽ ഇവാനില്ലാതെ കാർലി അവിടെ നിന്ന് വരികയില്ല എന്ന് പറഞ്ഞ് കരയുകയാണ്. ഇത് കണ്ട് ജെസ്സി കാർലിയെ ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ 3 പേരും ഒരുമിച്ചേ പോകൂ. നിന്നെ ഇവിടെ തനിച്ചാക്കിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയില്ല എന്ന് ജെസ്സി കാർലിയോട് പറയുകയാണ്. കാലിന് പരിക്കേറ്റതിനാൽ ഒരു വടി കുത്തിപ്പിടിച്ചായിരിക്കും ക്രിസ് നടന്നിരുന്നത്. എന്നാൽ ആ വടി കൊണ്ട് ഒരു കെണി ഓപ്പൺ ആവുകയാണ്. അതോടെ ആ കാട്ടിൽ ഒരുപാട് സ്ഥലത്ത് നരഭോജികൾ കെണി വെച്ചിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കും. അതുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണമെന്ന് ക്രിസ് ജെസ്സിയോടും കാർലിയോടും പറയുകയാണ്. അപ്പോഴായിരിക്കും ഒരു ക്ലോക്ക് ടവർ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നരഭോജിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ രാത്രി ഇന്ന് ഇതിനു മുകളിൽ കഴിയാം എന്നവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ആ ക്ലോക്ക് ടവറിനുള്ളിലോട്ട് വലിഞ്ഞു കയറുകയാണ്. ആ ക്ലോക്ക് ടവറിനുള്ളിൽ നിന്ന് അവർ പുറത്തോട്ട് നോക്കുമ്പോൾ ഭയാനകരമായ കാടുകൾ മാത്രമാണ് അവർ കാണുന്നത്.
ആ ക്ലോക്ക് ടവറിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് എയ്ഡുകൾ എടുത്ത് ക്രിസിൻ്റെ കാലിലെ മുറിവുകളിൽ വെച്ച് കെട്ടുകയാണ്. ഇതേ സമയം ജെസ്സിയും കാർലിയും അവിടെയുള്ള റേഡിയോ വഴി പുറത്തോട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിരാശയായിരുന്നു ഫലം. അപ്പോൾ പുറത്തോട്ട് നോക്കിയ ക്രിസ് അടിയിലൂടെ നരഭോജികൾ പോകുന്നത് കാണുകയാണ്. ഇത് കണ്ട് ക്രിസ് ജെസ്സിയോടും കാർലിയോടും ശബ്ദമുണ്ടാക്കാതെ അടങ്ങേരി അവർ താഴെയുണ്ട് എന്ന് പറയും. എന്നാൽ ഇതേ സമയമായിരിക്കും അതുവരെ കണക്റ്റ് ആവാതിരുന്ന റേഡിയോ കണക്റ്റ് ആവുന്നത്. ആ ശബ്ദം കേട്ട് നരഭോജികൾ ആ ടവറിന് നേരെ വരികയാണ്. അപ്പോഴേക്കും റേഡിയോയിൽ കണക്റ്റായ പോലീസുകാരനോട് ജെസ്സി സംസാരിക്കുകയാണ്. ഞങ്ങളൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് വന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ ഈ ശബ്ദമെല്ലാം കേട്ട നരഭോജികൾ ടവറിന് മുകളിലോട്ട് കയറുകയാണ്. ക്രിസ്തും ജെസ്സിയും ചേർന്ന് ആ നരഭോജികൾ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി അവിടെയുണ്ടായിരുന്ന വലിയ പെട്ടികൾ വെച്ച് ആ വാതിലുകൾ മുറുക്കി അടയ്ക്കുകയാണ്. എന്നാൽ അകത്തോട്ട് കയറാനാവാതെ ദേഷ്യം കയറിയ നരഭോജികൾ താഴെയിരുന്ന് ആ ക്ലോക്ക് ടവറിന് തീയിടുകയാണ്. അത് കണ്ട് അവിടെ നിൽക്കാനാവാതെ ക്രിസ് അടുത്ത് കണ്ട മരത്തിലോട്ട് ചാടുകയാണ്. ക്രിസിന് പുറകെ ജെസ്സിയും കാർലിയും കൂടി ആ ക്ലോക്ക് ടവറിൽ നിന്ന് ആ മരത്തിലോട്ട് ചാടുകയാണ്. എന്നാൽ അവർ ആ ക്ലോക്ക് ടവറിൽ നിന്ന് മരത്തിലോട്ട് ചാടിയത് നരഭോജികൾ കാണും. അങ്ങനെ ആ 3 നരഭോജികളിൽ 2 പേരെ താഴെ നിർത്തിയ ശേഷം ഒരാൾ ആ മരത്തിന് മുകളിലോട്ട് വലിഞ്ഞു കയറുകയാണ്. നരഭോജികൾ വരുന്നത് കണ്ട് 3 പേരും പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ കാർലിയുടെ അടുത്ത് തന്നെ നരഭോജി ഉണ്ടായിരിക്കും. കാർലിയെ ഒറ്റവെട്ടിന് ആ നരഭോജി കൊല്ലുകയാണ്. അതോടെ കാർലിയുടെ ശരീരവും മുഖവും രണ്ടായി മാറി ശരീരം മാത്രം നിലത്തോട്ട് വീഴുകയാണ്. അതേസമയം ആ നരഭോജി ജെസ്സിയെയും ക്രിസിനെയും കാണുകയാണ്. ആ നരഭോജി ക്രിസിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ക്രിസ് ഒരു മരച്ചില്ല വലിച്ചു പിടിച്ചുകൊണ്ട് ആ നരഭോജിയുടെ മേത്തോട്ട് വിടുകയാണ്. അതോടെ ആ നരഭോജി ആ മരച്ചില്ലയിൽ തട്ടി നിലത്തോട്ട് വീഴുകയാണ്. നിലത്ത് വീണ നരഭോജിയെ എടുത്തുകൊണ്ട് മറ്റു നരഭോജികൾ വീട്ടിലോട്ട് തന്നെ മടങ്ങുകയാണ്. ഇതേ സമയം അവിടെ നിന്ന് രക്ഷപ്പെട്ട ജെസ്സിയും ക്രിസ്തും ഒരു വെള്ളച്ചാട്ടത്തിന് മറവിൽ കുളിക്കുകയാണ്. ആ രാത്രി അവർ അവിടെ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. നേരം വെളുത്ത ശേഷം അവർ ആ കാട്ടിലൂടെ പിന്നെയും യാത്ര തുടർന്ന് അങ്ങനെ അവർ ആ മെയിൻ റോഡ് കണ്ടുപിടിക്കുകയാണ്. മെയിൻ റോഡ് കണ്ടുപിടിക്കാൻ പറ്റി നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാമെന്ന് ക്രിസ് പറയുന്ന ആ സമയം തന്നെ ഒരു മഴ വന്ന് ക്രിസിൻ്റെ അടുത്തുള്ള മരത്തിൽ തറയ്ക്കും. പുറകെ തന്നെ ക്രിസിനെയും ജെസ്സിയെയും പിടിക്കാനായി ഒരു നരഭോജി വരുന്നുണ്ടാകും. ക്രിസ് ആ മരത്തിൽ നിന്ന് മഴ ഊരി ആ നരഭോജിയെ ആക്രമിക്കും. എന്നാൽ ആ നരഭോജി ക്രിസിനെ വലിച്ച് നിലത്തോട്ട് എറിയും. എന്നിട്ട് ആ നരഭോജി ജെസ്സിയെയും കൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് ആ റോഡിലൂടെ ഒരു പോലീസ് ജീപ്പ് വരുന്നത് കാണുന്നത്. ക്രിസ് അപ്പോൾ തന്നെ ഹെൽപ്പ് ചോദിച്ച് ആ പോലീസ് വാഹനത്തിൻ്റെ മുമ്പിലോട്ട് എടുത്ത് ചാടുകയാണ്. ക്രിസ് നടന്നതെല്ലാം ആ പോലീസുകാരനോട് പറയും. ഞങ്ങളാണ് ഇന്നലെ റേഡിയോ വഴി നിങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്, ഞങ്ങളിവിടെ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് തന്നെ ഒരു അമ്പ് വന്ന് ആ പോലീസുകാരൻ്റെ കണ്ണിൽ തറക്കും. ക്രിസ് ആ വാഹനമെടുത്ത് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമെങ്കിലും വാഹനത്തിൽ കയറുമ്പോഴാണ് അതിൽ താക്കോൽ ഇല്ല എന്ന് മനസ്സിലാകുന്നത്. ആ നരഭോജി വാഹനത്തിനരികിലോട്ട് വരുന്നത് കണ്ട് ക്രിസ് ആ വാഹനത്തിൽ നിന്നിറങ്ങി ആ വാഹനത്തിൻ്റെ അടിയിൽ ഒളിക്കുകയാണ്. അപ്പോഴാണ് വണ്ടിയുടെ താക്കോൽ അവിടെ കിടക്കുന്നത് ക്രിസ് കാണുന്നത്. എന്നാൽ അത് നരഭോജി കൈക്കലാക്കുന്നു. അവിടെയൊന്നും ക്രിസിനെ കാണാത്തതിനെ തുടർന്ന് ആ നരഭോജി വാഹനത്തിൻ്റെ അടിയിലോട്ട് നോക്കുകയാണ്. എന്നാൽ ഭാഗ്യത്തിന് ക്രിസ് അവിടെ ഉണ്ടാവുകയില്ല. ക്രിസ് അപ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകും. ആ നരഭോജി പോലീസുകാരൻ്റെ മൃതദേഹം ആ വാഹനത്തിലോട്ട് കയറ്റിയ ശേഷം ആ പോലീസ് വാഹനവുമായി നരഭോജി അവിടെ നിന്ന് പോവുകയാണ്. ഇത് കണ്ട ക്രിസ് ആ നരഭോജി കാണാതെ ആ കുറ്റിക്കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആ വാഹനത്തിൻ്റെ അടിയിൽ കയറി ഒരു കമ്പിയിൽ പിടിച്ചിരിക്കും. ഇതേ സമയം നരഭോജികളുടെ വീട്ടിൽ ജെസ്സിയെ കെട്ടിയിട്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും ആ പോലീസുകാരൻ്റെ മൃതദേഹവുമായി ആ രണ്ടാമത്തെ നരഭോജിയും ഇങ്ങോട്ട് ചെല്ലുകയാണ്. ഇതെല്ലാം കണ്ട് ക്രിസ് ആ കാറിനടിയിൽ തന്നെ ഇരിപ്പുണ്ടാകും. ഇതേ സമയം അകത്ത് ജെസ്സിയെ കൊല്ലാനായി കഴുത്തിൽ കത്തിവെക്കുകയായിരിക്കും. അപ്പോഴേക്കും ക്രിസ് അവിടെയെല്ലാം തീയിടുകയാണ്. അങ്ങനെ അവിടെയെല്ലാം തീ പടർന്നു പിടിക്കുകയാണ്. ഇതേ സമയം ക്രിസ് വാഹനവുമായി ആ വീട്ടിലോട്ട് ഇടിച്ചു കയറി ഒരു നരഭോജിയുടെ മേത്തേക്ക് കയറ്റുകയാണ്. ക്രിസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ആയുധമെടുത്ത് ആ നരഭോജിയെ തല്ലി വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെയധികം ബലവാനായ ആ നരഭോജിയെ കീഴ്പ്പെടുത്തുവാൻ ക്രിസിനാവുകയില്ല. എന്നാൽ ഇതേ സമയം നരഭോജിയുടെ ശരീരത്ത് തീ പടർന്നു പിടിക്കുകയാണ്. ഈ സമയം ക്രിസ് ജെസ്സിയുടെ അടുത്തോട്ട് ചെന്ന് ജെസ്സിയുടെ കയ്യിലെ കെട്ടഴിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കയ്യിലെ കെട്ടഴിച്ച ശേഷം മറ്റേ കയ്യിലെ കെട്ടഴിക്കുമ്പോഴേക്കും മറ്റൊരു നരഭോജി വന്ന് ക്രിസിനെ വലിച്ചെറിയുകയാണ്.
ഒരു ആയുധമെടുത്ത നരഭോജി ക്രിസിനെ വെട്ടുകയാണ്. എന്നാൽ ക്രിസ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുകയാണ്. ഇതേ സമയം ജെസ്സി സ്വയം തന്നെ മറ്റേ കൈയിലെ കെട്ട് അഴിക്കുകയാണ്. കൈയിലെ കെട്ടഴിച്ച ശേഷം ജെസ്സി അവിടെ ഉണ്ടായിരുന്ന അമ്പെടുത്ത് ആ നരഭോജിയുടെ തലയിൽ തന്നെ അമ്പെയ്യുകയാണ്. എന്നാൽ ഇത് കണ്ട് ജെസ്സിയെ പിടിക്കാൻ മറ്റൊരു നരഭോജി എഴുന്നേറ്റ് വരികയാണ്. ആ നരഭോജി ജെസ്സിയെ മഴുകൊണ്ട് വെട്ടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ക്രിസ് പുറകിൽ നിന്ന് വന്ന് ആ നരഭോജിയെ ഒരു മഴുകൊണ്ട് വെട്ടി കൊല്ലുകയാണ്. എന്നാൽ മരിച്ചു എന്ന് കരുതിയ നരഭോജികളെല്ലാം ഓരോന്നായി എഴുന്നേറ്റ് വരികയാണ്. അത് കണ്ട് പേടിച്ച് ഷോക്കായ ജെസ്സിയും ക്രിസും അവിടെ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ടിറങ്ങിയ ശേഷം അവർ ആ വീടിന് മുഴുവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ്. എന്നിട്ട് ആ നരഭോജികളുടെ വാഹനവുമായി ക്രിസും ജെസ്സിയും തിരിച്ചു പോവുകയാണ്. തിരിച്ച് ആ ഗ്യാസ് സ്റ്റേഷനിലെത്തിയ ശേഷം തനിക്ക് വഴിതെറ്റാൻ കാരണമായ ആ മാപ്പ് അവിടെ നിന്ന് കീറിക്കളയുകയാണ്. ഇത് കണ്ട് ആ ഗ്യാസ് സ്റ്റേഷനിലെ മനുഷ്യൻ അവരെ നോക്കി തന്നെ നിൽക്കുകയാണ്. അതേസമയം അവരെ അന്വേഷിക്കാൻ വന്ന പോലീസുകാരനെ കാണാത്തത് കൊണ്ട് ആ പോലീസുകാരനെ അന്വേഷിച്ച് മറ്റൊരു പോലീസുകാരൻ അവിടെ എത്തും. എന്നാൽ ആ പോലീസുകാരൻ്റെ പുറകിൽ മറ്റൊരു നരഭോജി ഉണ്ടായിരിക്കും. നമ്മൾ മരിച്ചു എന്ന് കരുതിയ നരഭോജികളെല്ലാം അപ്പോഴും ജീവനോട് ഉണ്ടാകും. അത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.